രാഷ്ട്രീയം, വേടന്റെ പാട്ടിനോട് എനിക്ക് ഇഷ്ടമാണ്. വേടന്റെ പാട്ടുകൾ ഭയങ്കര താല്പര്യമുള്ള ആളാണ് ഞാൻ. പക്ഷെ വേടന്റെ രാഷ്ട്രീയം, അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, കുത്തുന്നത്, സമൂഹത്തെ കുത്തുന്ന ഒരു ജാതീയത അദ്ദേഹം പ്രചരിപ്പിക്കും. ഒരു വൃത്തി. സുഹൃത്തുക്കളെ, ഇവരാരാന്ന് ഞാൻ പറയണ്ടല്ലോ. സരിക ഒരു മറ്റുള്ളവരെ പിടിച്ചിരുത്തിയിട്ട് അപമാനിക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു നല്ല, നമുക്ക് കേട്ടിരിക്കാവുന്ന, നമുക്ക് സന്തോഷം തോന്നുന്ന, പരസ്പരം സംസാരിച്ചുകൊണ്ട് ഒരു ഉത്തരത്തിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ള അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ശരിയായ ചിന്താഗതികൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഇന്റർവ്യൂ പോലും ഇവരുടെ വകയായിട്ടില്ല. അത് വിട്ടേക്ക്. ഇപ്പൊ ഇന്റർവ്യൂവിന്റെ രീതിയൊക്കെ അങ്ങനെയാണല്ലോ. എന്താ ഇപ്പൊ പറയുന്നത്, ഇവര് വേടനെ പറ്റി പറയുന്ന ഉത്തരം കൊടുത്ത് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ മടുത്തുപോയി. എന്നെപ്പോലുള്ള പല യൂട്യൂബേഴ്സും മടുത്തിട്ടുണ്ടായിരിക്കും. എന്തായാലും ഒന്നുകൂടി പറയണം. ഇന്നലെ ഇട്ട വീഡിയോ ആയതുകൊണ്ടാണ് വീണ്ടും ഒന്ന് റിയാക്ട് ചെയ്യുന്നത് കേട്ടോ. ഇവര് പറയുന്നത് വേടന് ഇഷ്ടമാണ്, വേടന്റെ പാട്ടുകളാണ്, വേടന്റെ രാഷ്ട്രീയം ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല വേടൻ രാഷ്ട്രീയം കളിക്കുന്നത്, അത് വേടന്റെ താല്പര്യമാണ്. ഈ കേരളത്തില് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയവുമായിട്ട് അവർ മുന്നോട്ട് പോകും. നിങ്ങൾക്കല്ല, ഒരാൾക്കും മറ്റൊരാൾക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അത് അവരുടെ മാത്രം ചിന്താഗതിയുടെ ഭാഗമാണ്. അത് അവരുടെ മാത്രം ഇഷ്ടങ്ങളാണ്. പ്ലീസ്, അതിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങളുടെ രാഷ്ട്രീയത്തിലും ഒരാളും ഇടപെടില്ല. പക്ഷേ ഇത് ശരിയല്ല. ജാതീയത, അതായത് തന്റെ ജാതിയെ സ്വയം എന്താ പറയാ, സ്വന്തം പല്ലട കുത്തി മണപ്പിക്കുക എന്നൊരു സ്വഭാവം കാണിക്കുന്ന പോലെ, സ്വന്തം ജാതി മോശമാണ്, അവർക്ക് ഒത്തൊരുമയില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന വേടനാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആരുടെ കൂടെയാണ് ആദ്യം നിൽക്കുന്നത്? ആദിവാസിക്കോ ഒരു SC STക്കോ ഒരു പട്ടിക വിഭാഗത്തിനോ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആ മനുഷ്യന്റെ ഒപ്പമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും വലിയൊരു സംഭവം തന്നെ നമുക്ക് നോക്കിയാൽ, ഒരു പയ്യനെ അർദ്ധനഗ്നനായി കെട്ടിയിട്ട് അടിച്ചത് കേസിൽ അവന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് കൂടിയും നമ്മൾ ആരുടെ കൂടെയാണ് നിന്നത്? ആ പയ്യന്റെ കൂടെയാണ് നിന്നത്, ബിക്കോസ് ഓഫ് അവന്റെ ജാതി. അപ്പൊ ആ ജാതിയെ എല്ലായ്പ്പോഴും കൂടെ ചേർത്ത് പിടിക്കാനും അതോടൊപ്പം ആ ജാതികളെ ഉന്നമനിക്കാനുമാണ് നമ്മൾ എല്ലാ കാലവും മലയാളി സമൂഹവും സർക്കാരുകളും വന്ന് മാറി മാറി വന്ന് ഏത് സർക്കാരുമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം മറന്നുകൊണ്ടാണ് വേടൻ ഇവിടെ പ്രകടനം നടത്തുന്നത്. സോ വേട, പ്ലീസ് സ്റ്റോപ്പ് ദിസ്. മാർക്കറ്റ് ചെയ്യാതിരിക്കൂ. താങ്കളുടെ നല്ല പാട്ടുകൾ സമൂഹത്തിന് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കൂ, അല്ലാതെ കപട നവോത്ഥാനം നിർത്തുക. ഇവരുടെ ഓശാരം വേണം വേടൻ ഇനി പാട്ടാൻ. അതായത് ഇനി അടുത്തൊരു പാട്ട് എഴുതുമ്പോൾ ഇവരെ മുമ്പിലേക്ക് എത്തണം. എൻ്റെ പൊന്നുശ്രീ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടൻ പറഞ്ഞത് കൊണ്ടല്ല കേരളത്തിൽ ജാതി ഉണ്ടായത്, വേടൻ പാടിയത് കൊണ്ടല്ല കേരളത്തിൽ ജാതി ഉണ്ടായത്, വേടൻ പാട്ട് എഴുതി കൊണ്ടുമല്ല കേരളത്തിൽ ജാതി ഉണ്ടായത്. കേരളത്തിൽ ജാതീയത ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ടിവികളിൽ പരസ്യമായിട്ട് വരുന്ന ബ്രാഹ്മിൻ, എന്താ പറയുക, ഈ ഒരു വിവാഹ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ബ്രാഹ്മിൻ മാട്രിമോണിയെ കുറിച്ച് നിങ്ങളെന്താ എതിർക്കാത്തത്? അപ്പോ ആ ഒരു പരസ്യം ഇറക്കുന്ന ബ്രാഹ്മണ സമൂഹത്തിലെ അത്തരം ആളുകൾ അത് കൃത്യമായിട്ടും അതൊരു ജാതി പറച്ചിലല്ലേ, അതൊരു ജാതീയതല്ലേ എന്നുകൊണ്ടാ നിങ്ങൾക്ക് തോന്നാത്തത്? ഇവിടുത്തെ അമ്പലങ്ങളിൽ മുഴുവൻ എപ്പോഴും എന്നും ബ്രാഹ്മണൻ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്ന് അവർ വാശി പിടിക്കുമ്പോൾ, ഈവൻ മറ്റു ജാതിക്കാർ പൂജിക്കണമെന്നുള്ള, അതായത് ബ്രാഹ്മണനാകണമെങ്കിൽ അത് പഠിച്ചാൽ മതി എന്ന് മാത്രം പറയുന്ന ആളുകളുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ പൂജയ്ക്ക് ഒട്ടും അവകാശം കൊടുക്കാത്ത അത്തരം ആളുകൾ ഉണ്ട്. അതായത് ഇങ്ങനെ അവകാശം ഉണ്ടായിട്ടും ഇവർ പൂജിക്കാൻ പാടില്ല എന്ന് ഇപ്പോഴും കേസ് നടത്തുന്നത് ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹമാണ്. നിങ്ങൾ എന്താണ് അവർ ജാതീയതയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കാത്തത്? ഇവിടെ നായർ മാട്രിമോണി ഉണ്ടോ? ഇവിടെ തീയ മാട്രിമോണി ഉണ്ടോ? ഇത്തരം മാട്രിമോണികളെല്ലാം എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? ജാതീയതയല്ലേ? ഏതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും എതിർക്കാൻ തോന്നാത്തത്? ഇവിടെ വേടൻ എന്ന് പറയുന്ന 4 വർഷം മുമ്പ് ഒരു പാട്ടെഴുതി പതുക്കെ റാപ്പ് പാടി മുന്നോട്ട് വന്നപ്പോൾ അവന്റെ പാട്ടിലെ ആ ആശയങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ മുഴുവൻ അവനോടൊപ്പം കൂടിയപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് ചൊറിയുന്നത്? അവൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു സത്യസന്ധതയുണ്ട് എന്ന് മനസ്സിലായതിന്റെ ഭാഗമായിട്ടല്ലേ അവന്റെ ജാതിക്കാരും അവന്റെ ജാതിക്കാരല്ലാത്തവരും അവനോടൊപ്പം കൂടിയിട്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മുഴുവൻ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരും വലിയവരും എല്ലാവരും അവരൊപ്പം കൂടുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചൊറിച്ചിൽ വരുന്നത്? നിങ്ങൾ അങ്ങനെ വേടൻ വിമർശിക്കുന്ന ആ ജാതിയിലെങ്ങാൻ പെട്ട ആളുകളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചൊറി ഉണ്ടായിരിക്കും. ആ ചൊറിച്ചിലിന് മരുന്നൊന്നുമില്ല. ചൊറിഞ്ഞ് ഒരു ആനന്ദം കണ്ടെത്തുക എന്നല്ലാതെ, ഈ ചൊറിഞ്ഞ് ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോവുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഒന്നുകൂടി പറഞ്ഞോട്ടെ, വേടൻ പറഞ്ഞിട്ടല്ല ഇവിടെ ജാതി ഉണ്ടായത്. 30 വയസ്സ് മാത്രമുള്ള ഈ വേടൻ പറയുന്നു താൻ തൻ്റെ ചെറുപ്പത്തിൽ ജാതീയമായ അസമത്വങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ഈ ജാതീയത ഏറ്റവും പ്രകടമായിട്ട് കണ്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുതിർന്ന ചില ആളുകളല്ല, അവരവരുടെ സ്കൂളുകളിൽ
ഈവൻ എൻ്റെ നാട് എടപ്പാളാണ്. എടപ്പാളിന്റെ തൊട്ടടുത്ത പരിസര പ്രദേശത്തുള്ള ഒരു സ്കൂളിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടോ? അതിന്റെ മാനേജ്മെന്റ് ഏതോ ഉയർന്ന ജാതിക്കാരാണത്രേ. ആ മാനേജ്മെന്റിലെ ആ ഉയർന്ന ജാതിക്കാരുടെ ഏതെങ്കിലും ബന്ധുക്കൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ മാത്രം മുൻബെഞ്ചിൽ ഇരുത്തുന്ന രീതി, അവർക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുന്ന രീതി, അവർക്ക് മാത്രം ചില പാഠങ്ങൾ ഏറ്റവും സ്പെഷ്യലായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി ഇപ്പോഴും ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്കൂളുകളൊക്കെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുണ്ട്. ഒന്ന് നേരം പോലെ കണ്ണു തുറന്നു നോക്കിയാൽ മതി, ജാതീയമായ അസമത്വങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അത്രമാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇനിയും വിശദീകരിച്ച് വയ്യ. ബൈ.